الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ها أنتم هؤلاء تدعون لتنفقوا في سبيل الله فمنكم من يبخل ومن يبخل فإنما يبخل عن نفسه والله الغني وأنتم الفقراء وإن تتولوا يستبدل قوما غيركم ثم لا يكونوا أمثالكم സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് അവന്റെ ഇഷ്ടദാസന്മാരായി അവനെ കണ്ടുമുട്ടുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ രാപ്പകൽ ഭേദമന്യേ പെയ്തിറങ്ങുന്ന ഏറ്റവും ശ്രേഷ്ഠമായ റമദാൻ മാസത്തിലെ ശ്രേഷ്ഠമായ മണിക്കൂറുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വ്രതാനുഷ്ഠാനം ഇന്ന് 6ാമത്തെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ നാളുകളിൽ നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പുൾപ്പെടെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു പോകും അതെല്ലാം പൂർണ്ണമായി നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പാളിച്ചകൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹു അത് വിട്ടു പുറത്ത് മാപ്പാക്കി തരികയും പ്രതിഫലത്തിൽ ഒന്നും കുറയ്ക്കാതെ നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഓതി വെച്ച വചനം സൂറത്തു മുഹമ്മദിലെ ഏറ്റവും അവസാനത്തെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഹാ അൻതും ഹാഉലാഇ തുദ്ഔന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്. ഹേ കൂട്ടരെ, നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നത്, നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത് ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുവാൻ വേണ്ടിയിട്ടാണ്.
അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. ഫമിൻകും മൻ യബ്ഖൽ, ആ ആഹ്വാനത്തോടുള്ള പ്രതികരണം നിങ്ങളിൽ ചിലർ പിശുക്ക് കാണിക്കുന്നവരുണ്ട്. വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സി, ആര് പിശുക്ക് കാണിക്കുന്നുവോ അത് പിശുക്ക് കാണിക്കുന്നത് തന്നോട് തന്നെയാണ്, അവനോട് തന്നെയാണ് അവൻ പിശുക്ക് കാണിക്കുന്നത്. അതിന്റെ തിക്തഫലം അവനാണ് അനുഭവിക്കേണ്ടത് എന്ന് സാരം. വല്ലാഹുൽ ഗനി, അള്ളാഹു ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്ത ധന്യനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. വഅൻതുമുൽ ഫുഖറാ, നിങ്ങളാകട്ടെ ദരിദ്രന്മാരുമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ആശ്രയം ആവശ്യമായവരുമാണ്. വഇൻ തതവല്ലൗ, അള്ളാഹുവിന്റെ ഇത്തരം കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞ് മാറാനാണ് ഭാവമെങ്കിൽ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ അള്ളാഹു പകരമായി ഇവിടെ കൊണ്ടുവരും. സുമ്മലാ യകൂനു അംസാലക്കും, പിന്നീട് അവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയില്ല. ഒരു വലിയ താക്കീതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിർദ്ദേശിച്ചിട്ട് അതിന് തയ്യാറാകാതിരുന്നാൽ നമ്മളെ അള്ളാഹു ഇവിടെ നിന്ന് മാറ്റുകയും എല്ലാ അർത്ഥത്തിലും തികഞ്ഞ നമ്മളെപ്പോലെ അല്ലാത്ത ആളുകളെ അള്ളാഹു പകരം കൊണ്ടുവരികയും ചെയ്യും. ധനം എന്ന അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് നിങ്ങളോട് ചെലവഴിക്കാൻ പറഞ്ഞിട്ട് അതിന് തയ്യാറാകാതെ പിശുക്ക് കാണിച്ചാൽ അതിന്റെ ദൂഷ്യവും നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഈ വചനത്തിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഭവനത്തിലാണ്. അള്ളാഹുവിന്റെ ഭവനത്തിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ നമ്മൾ ഒരുമിച്ച് കൂടുന്നവരാണ്. പക്ഷേ റമദാനിലെ വെള്ളിയാഴ്ചയാകുമ്പോൾ അതിന് കുറച്ച് ശ്രേഷ്ഠതയുണ്ട്. രണ്ട് ശ്രേഷ്ഠതകൾ ഒരുമിച്ച് വരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് സാധാരണ മാസങ്ങളിലെ വെള്ളിയാഴ്ചകളെ പോലെ റമദാനിലെ വെള്ളിയാഴ്ചകൾ നമ്മൾ കാണരുത്. മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് റമദാൻ. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച. ഒന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് ശ്രേഷ്ഠതകളും കൂടിയിട്ടാണ് ഈ ദിവസം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ആ ശ്രേഷ്ഠതയും ആ നന്മയും നഷ്ടപ്പെടാത്ത നിലയിൽ നമ്മൾ എത്ര സമയമാണോ ഇവിടെ ഉള്ളത് ആ സമയത്ത് പ്രാർത്ഥനാ അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. അത് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. കാരണം വെള്ളിയാഴ്ച നട്ടുച്ച നേരം നല്ല ചൂട്, AC ഉണ്ട്, ഉറങ്ങാൻ എളുപ്പമാണ്, ഉറങ്ങിപ്പോകും, സ്വാഭാവികമാണ്. അതൊക്കെ ഈ ദിവസത്തിന്റെ മേന്മ നേടിയെടുക്കുന്നതിന് തടസ്സമായി വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഈ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ധനം ചെലവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം ധനത്തോട് ഏറ്റവും നല്ല സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ, ഒരു തത്വസംഹിതയാണ് ഇസ്ലാം. വളരെ വളരെ കൃത്യമായ പാഠങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ സാധാരണയായി സമ്പത്തിന് മാല് എന്ന വാക്കാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്, ധനം. ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം അംവാലക്കും വഅൻഫുസക്കും ഈ പ്രയോഗം, നിങ്ങളുടെ ധനവും നിങ്ങളുടെ ശരീരവും, ഇങ്ങനെയുള്ള പ്രയോഗം നമുക്ക് കാണാം. പക്ഷേ ധനം എന്നുള്ളത് ഏറ്റവും സവിശേഷമായ ഒന്നായി കാണുമ്പോൾ അതിന് ഒരുപാട് വിശേഷങ്ങൾ അല്ലാഹു നൽകുന്നുണ്ട്. അത് ഒന്ന് നമ്മുടെ നിലനിൽപ്പിന് ആധാരം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്, ഖൈറാണ്, നന്മയാണെന്ന് പറയുന്നുണ്ട്, ഫളാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല വിശേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കാണാം. അതായത് സ്വന്തം ധനം, എന്റെ ധനം എന്നിൽ നിന്ന് കൊള്ളയടിക്കപ്പെടുമ്പോൾ ആ ധനം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വധിക്കപ്പെട്ടാൽ എനിക്ക് രക്തസാക്ഷിയുടെ കൂലിയുണ്ട് എന്നാണ്. അപ്പൊ ധനത്തിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാവില്ല. അത്ര വലിയ പദവിയാണ് അതിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആ ധനം
എല്ലാവർക്കും ഒരുപോലെയല്ല, എല്ലാവരുടെ പരിശ്രമവും ഒരുപോലെയല്ല. സൂറത്തുൽ ലൈൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന സഅയക്കും ലശത്ത ഫഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകദ്ദബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെടുത്തി പറയുന്നത് നിങ്ങളുടെ സഅയ് പരിശ്രമം വിവിധ രൂപത്തിലാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഒപ്പം നമ്മളുടെ ഉപ്പക്കും നമ്മളുടെ ഉമ്മക്കുമുള്ള മകനായി അല്ലെങ്കിൽ മകളായി ജനിച്ചു വീണ ആള് അല്ലെങ്കിൽ നമ്മുടെ സഹോദരനോ സഹോദരിയോ ആരോ ആയിക്കൊള്ളട്ടെ, അവർ ചിലപ്പോൾ നമ്മൾ കച്ചവടം ചെയ്ത് ഉയരുന്നത് പോലെയോ നമ്മൾ പഠിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നത് പോലെയോ എല്ലാവരും ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ അവർ പരിശ്രമിക്കുന്നില്ലേ? അവർ പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമം ശത്തായാണ്. ശത്ത എന്ന് വെച്ചാൽ വിഭിന്നങ്ങളാണ്. ഒരാളുടെ പരിശ്രമം പോലെ ആവില്ല മറ്റാളുടേത്. അത് ധനസമ്പാദനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ധനം നൽകുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ഏറ്റവും ഉത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവനാരോ അവൻ ഏറ്റവും എളുപ്പമായ വഴിയിലേക്കുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. എന്നാൽ പിശുക്കു കാണിക്കുകയും ഞാൻ ധന്യനാണ്, എനിക്കാരെയും കൂസേണ്ടതില്ല, എന്റെ കയ്യിൽ എമ്പാടുമുണ്ട് എന്നുള്ള മനോഭാവത്തോടു കൂടി ജീവിക്കുകയും ഏറ്റവും ഉത്തമമായ ആദർശത്തെ കളവാക്കുകയും ചെയ്യുന്നവൻ ആരോ അവനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? ഏറ്റവും എളുപ്പം പ്രയാസമുള്ളതിലേക്കായിരിക്കും അവന് സൗകര്യം ചെയ്തു കൊടുക്കുക. എന്നിട്ട് പറയുന്നു വമാ യുഗ്നി അൻഹു മാലുഹു തറദ്ദ, ആർക്കും കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെച്ച ധനം അവൻ മരിച്ചു വീഴുമ്പോൾ, അവൻ നശിക്കുമ്പോൾ അവന് യാതൊരു പ്രയോജനവും ചെയ്യില്ല. സൂറത്തുൽ ലൈലിലെ വചനങ്ങളാണെന്ന് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സബയിലെ 39-ാമത്തെ വചനം ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വ യഖ്ദിർ പറഞ്ഞ തത്വമാണ്. എല്ലാവർക്കും ഒരുപോലെ ആവൂല. ഇന്ന റബ്ബി, എന്റെ രക്ഷിതാവ്, യബ്സുത്തു റിസ്ഖ ഉപജീവനം അവൻ വിശാലമായി നൽകും. ആർക്ക്? ലിമൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വ യഖ്ദിറു ലഹു, ചിലപ്പോൾ അവന് പിടിച്ചു വെക്കും. അവൻ നിശ്ചിത കണക്കും കാര്യങ്ങൾക്ക് മറ്റു ചിലർക്ക് അങ്ങോട്ട് വിശാലമാക്കി കൊടുക്കും. എന്നിട്ട് പറയുന്നു വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചെലവഴിക്കുന്നുവോ യുഖ്ലിഫുഹു ഫഹുവ യുഖ്ലിഫുഹു, അവൻ അതിന് പകരം തന്നിരിക്കും, വേറെ തരും അല്ലാഹു. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നവർക്ക് അവരുടെ ധനത്തിൽ ഒരു കുറവും അള്ളാഹു വരുന്നില്ല. ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ അത് ചെലവഴിച്ചതേതോ അത് പകരം തന്നിരിക്കും. അള്ളാഹുവിന്റെ ഓഫറാണ്. എന്നിട്ട് പറയുന്നു അള്ളാഹു റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു എന്ന്. അപ്പൊ അള്ളാഹു ഇങ്ങനെ നൽകുന്ന ധനം അത് ദൂർത്തടിച്ചോ പൊങ്ങച്ചം കാണിച്ചോ അല്ലെങ്കിൽ ദുർവ്യയം ചെയ്തോ മോശമായ രൂപത്തിൽ വിനിയോഗിച്ചോ കളയാനുള്ള അനുവാദമില്ല. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. വലാ തുബദ്ദിർ തബ്ദീറ, ഒരിക്കലും അരുത് ദൂർത്തടിച്ചു കളയരുത്. എന്നിട്ട് പറഞ്ഞു ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ഈ ധനം ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരന്മാരാണ് എന്നാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കാം പ്രയോഗമൊക്കെ, അത് പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ധനം അള്ളാഹു കനിഞ്ഞു നൽകിയ ധനം അത് ഷെയർ ചെയ്യാൻ, മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യാൻ, തന്നെപ്പോലെ ഉയർന്നിട്ടില്ലാത്ത, തന്നെപ്പോലെ സാമ്പത്തികമായി കഴിവില്ലാത്ത മറ്റൊരാളിലേക്ക് കൈമാറാൻ സന്മനസ്സുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ധർമ്മനിഷ്ഠയുടെയും ഈമാനിന്റെയും അങ്ങേയറ്റമാണ്. അതുള്ളവർക്ക് അത് കഴിയൂ, അല്ലാത്തവർക്ക് കഴിയില്ല. എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് തോന്നണ്ടേ, മറ്റുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ, അപ്പോഴല്ലേ അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുക. അതിന് ഈമാൻ വേണം. ഇതിലെല്ലാത്തിലും അത് തന്നെയാണ്. ധനത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. ശരിയായ വിശ്വാസം ഉണ്ടെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ധനം അള്ളാഹു കനിഞ്ഞു നൽകിയ അത് സമ്പാദിക്കുന്ന മാർഗം അനുവദനീയമായിരിക്കണം. തോന്നിയ മാതിരി സമ്പാദിച്ചുകൂടാ.
വെട്ടിപ്പിടിക്കാനോ അതുപോലെ തന്നെ മറ്റു നിലയിലുള്ള വളരെ മോശമായി ഇന്ന് കാലത്ത് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറയാനുണ്ടാവുകയുള്ളൂ. ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട് ഒരു ഹക്കും ബാത്തിലും ഇല്ലാത്ത നിലയിൽ സമ്പാദിക്കുക അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. കാരണം അതെങ്ങനെ സമ്പാദിച്ചു, എന്തിനു വിനിയോഗിച്ചു എന്ന് മറുപടി പറയേണ്ടി വരും പരലോകത്ത്. അല്ലാതെ വെച്ച കാൽ അനക്കാൻ പറ്റൂല. ഈ വിശ്വാസമുണ്ട് എങ്കിൽ നമ്മളെ കൊണ്ടത് കഴിയില്ല. അപ്പൊ സമ്പാദിക്കാൻ പറയുന്നു, നിർദ്ദേശിക്കുന്നു. ആ സമ്പാദനം അനുവദനീയമായ രൂപത്തിലാകണം. അത് സമ്പാദിച്ച് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഒരു ശൈലി ഉണ്ടായിക്കൂടാ. അത് അതിനർഹതയുള്ള ആൾക്കാരിലേക്ക് ഇട്ടുകൊടുക്കുകയും വേണം, അവർക്ക് കൊടുക്കുകയും വേണം. ആ കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മആരിജിൽ ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ, സ്വർഗത്തോപ്പുകളിൽ ആദരണീയരായി കഴിച്ചു കൂട്ടപ്പെടുന്നവരുടെ ഏതാനും സ്വഭാവങ്ങൾ, 8ഓളം വിശേഷണങ്ങൾ അല്ലാഹു അവിടെ പറയുന്നുണ്ട്. സൂറത്തുൽ മആരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങൾ. എല്ലാം പറയാൻ സമയക്കുറവ് കൊണ്ടും സാധിക്കണില്ല. അതുകൊണ്ടാണ് എണ്ണം ഞാൻ പറഞ്ഞു പോകുന്നത്. 22 മുതൽ 35 വരെയുള്ള വചനങ്ങളിൽ 8ഓളം വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്ത് ആദരണീയരായി എത്തുന്നവരെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഒരു സ്വഭാവം പറഞ്ഞത് വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ ഒരു നിശ്ചിത വിഹിതം ഉണ്ടാകും, നിശ്ചിതമായ ഒരു അവകാശം ഉണ്ടാകും. ആർക്ക്? ലിസ്സാഇലി, ചോദിച്ചു വരുന്നവർക്കും, വൽ മഹ്റൂം, അവർക്ക് തടയപ്പെട്ട ആളുകൾക്കും, ഉപജീവനം തടയപ്പെട്ട ആളുകൾക്കും ഒരു നിശ്ചിത ഓഹരി അത് നൽകുന്നവരായിരിക്കും. അവരും സ്വർഗത്തിൽ കടക്കുന്നവരുടെ സ്വഭാവത്തിൽ പെട്ടതാണ്. അപ്പം ഇതാണ് മനസ്സിലാക്കുന്നത്. ധനം അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് സമ്പാദിക്കാൻ അനുവദിക്കുന്നു. അനുവദനീയമായ മാർഗത്തിലൂടെ ആകണം. അത് വിനിയോഗിക്കുന്ന രൂപവും അള്ളാഹു നിർദ്ദേശിച്ച രൂപത്തിലേ പാടുള്ളൂ എന്നുള്ളതാണ് വളരെ ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം. ഈ ഹഖും മഅലൂം, നിർണിതമായ അവകാശം എന്ന് പറഞ്ഞതാണ് സക്കാത്ത് എന്ന് നാം തിരിച്ചറിയുക. നമ്മളുടെ കയ്യിൽ നിന്നുള്ള ധനം മറ്റുള്ളവരിലേക്ക് പല രൂപത്തിൽ, കടം കൊടുത്താൽ അവന്റെ കയ്യിലേക്ക് നമ്മളുടെ ധനം പോകാറുണ്ട്. അതുപോലെ തന്നെ അവന് ഫ്രീ ആയി നമ്മൾ ഹദിയായി നൽകിയാൽ അവന്റെ കയ്യിലേക്ക് പോകാറുണ്ട്. ദാനധർമ്മമായി നൽകിയാലും അവന്റെ കയ്യിലേക്ക് പോകാറുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലെ ധനം മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്ന രൂപങ്ങളിൽ പെട്ടതാണ്. പക്ഷേ ഏറ്റവും നിർബന്ധവും നിർണിതവുമായ രൂപത്തിൽ നൽകപ്പെടേണ്ടതുണ്ട്. അതിനാണ് സക്കാത്ത് എന്ന് പറയുക. ഹഖ്ഖും മഅലൂം, നിർണിതമായ അവകാശം. ദാനധർമ്മം കൊടുക്കുന്നതിന് ഇത്ര എന്നില്ല, എത്രയും കൊടുക്കാം, എത്ര കുറവുമാകാം, എത്ര കൂടുതലും ആകാം. സക്കാത്ത് എന്ന് പറയുമ്പോൾ അത് വർഷത്തിൽ ഒരിക്കൽ തന്റെ വരുമാനത്തിന്റെ കണക്ക് നോക്കി, ആ കണക്ക് നോക്കുമ്പോൾ നിശ്ചയിക്കപ്പെട്ട നിസാബ് തികഞ്ഞാൽ അതിന്റെ 2.5%, അതിന്റെ 5%, അതിന്റെ 10%, അതിന്റെ 20% എന്നീ ക്രമത്തിൽ, എല്ലാറ്റിനുമല്ല, ഓരോന്നിനും പല രൂപമാണ്. അങ്ങേ അറ്റം കൊടുക്കാൻ പറഞ്ഞ 20%, അതിൽ കൂടുതൽ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങേ അറ്റം കൊടുക്കാൻ പറഞ്ഞ 2.5%. പിന്നെ അതിന്റെ ഇടയിൽ വരുന്ന 5%, 10% എന്ന് വെച്ചാൽ കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ നാണയവുമായി ബന്ധപ്പെട്ടതാണ് 2.5%. അതേസമയം 20% എന്ന് പറഞ്ഞാൽ നിധിയുമായി ബന്ധപ്പെട്ടതാണ്. ഏത് തരത്തിലുള്ള നിധി കിട്ടിയാലും ശരി, അതിന്റെ 20% സക്കാത്ത് കൊടുക്കണം. അതാണ് നിയമം. അപ്പൊ ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആ നിർണിതമായ ഹഖ്ഖും മഅലൂമായി നിശ്ചയിക്കപ്പെട്ട അതിനാണ് സക്കാത്ത് എന്ന് പറയുക. ആ സക്കാത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ ഒരു ഔദാര്യമായി നമ്മൾ കാണരുത്. അത് അവകാശമാണ് പാവപ്പെട്ടവർക്കുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം എന്തേ? ഈ ധനം ഒന്നും നമ്മളുടേതല്ല. ആണോ? നമ്മൾ കച്ചവടം ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, പല രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു, അങ്ങനെ നമുക്ക് പണം കിട്ടുന്നു. ശരിയാണ്, ഞാൻ അധ്വാനിച്ചുകൊണ്ട് തന്നെയാണ് എനിക്കത് കിട്ടുന്നില്ല. വെറുതെ എന്റെ കയ്യിലേക്ക് ധനം വരില്ലല്ലോ. പക്ഷേ ആ ധനം, അതിന്റെ യഥാർത്ഥ ഉടമ അല്ലാഹുവാണ്. നമ്മളോ കുറച്ച് നമ്മുടെ കയ്യിലേക്ക് തൽക്കാലം തരികയാണ് കൈകാര്യം ചെയ്യാൻ വേണ്ടി. ആ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ കൈകളിലേക്ക് തരുന്നതിൽ നിന്ന് നമ്മളോട് നിർദ്ദേശിച്ചു, ഇത്ര ശതമാനം നിനക്ക് അർഹതയില്ല, അത് നീ എടുക്കരുത്, അത് നിന്റെ ധനവുമായി കൂട്ടിക്കലർത്തരുത്.
നിന്റെ ധനവുമായി സക്കാത്തിന്റെ വിഹിതം കൂട്ടിക്കലർത്തിയാൽ ആ ധനം മലിനമാകുമെന്നാണ് ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സക്കാത്തിന്റെ ധനം ഏതെങ്കിലും ഒന്നിനോട് കലർത്തുകയാണ് എങ്കിൽ മാ ഖാലത്തത്തി സദഖത്തു അവി സകാത്തു മാലൻ ഇല്ലാ അഫ്സദത്തുഹു എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കേണ്ട ധനം കൊടുക്കാതെ, കണക്ക് നോക്കി കൃത്യമായത് മാറ്റിവെക്കാതെ ആ ധനം തന്റെ ധനത്തോട് ചേർത്താൽ ആ ധനവും കൂടി അഴുക്കായി പോകും. ഒന്ന് ആലോചിച്ച് നോക്കാം പ്രയോഗം. അപ്പൊ പിന്നെ നമ്മൾ കൊടുക്കാതിരുന്നുള്ള അവസ്ഥ എന്താ? കൊടുക്കാതിരുന്നാൽ വിശുദ്ധ ഖുർആൻ നാം പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്. നോമ്പ് പിടിക്കാനും വലിയ പ്രശ്നമൊന്നുമില്ല. ഹജ്ജ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കൊന്നും. പക്ഷെ സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പരുങ്ങുന്നുണ്ട്, നമ്മളൊന്ന് ഒന്ന് മാറുന്നുണ്ട് പിന്നിലേക്ക്. ഒരു വേള പിന്നെ ന്യായങ്ങൾ പറഞ്ഞ് ദുർന്യായങ്ങൾ പറഞ്ഞ് മാറുന്ന സ്വഭാവം ഉണ്ടായി. അത്രത്തോളം അതിനോട് ഒരു അവഗണനാ മനോഭാവം, അത് ശരിയല്ല. കാരണം നാം മുസ്ലിമാകണം, ഈ സൊസൈറ്റിയിലെ അംഗമാകണം എങ്കിൽ സക്കാത്ത് കൊടുത്തേ തീരൂ. ഫൈൻ താബു വഅഖാമു സ്വലാത്ത വആതവു സക്കാത്ത ഫഇഖ്വാനുകും ഫിദ്ദീൻ. സൂറത്തു തൗബ. അവർ ചെയ്ത തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുകയും അവർ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്താൽ മതത്തിൽ നിങ്ങളുടെ സഹോദരന്മാരാണ്. ഇസ്ലാമിലെ മെമ്പർഷിപ്പ് വേണോ പ്രിയമുള്ളവരെ? നമുക്ക് വേണമെങ്കിൽ ആ മെമ്പർഷിപ്പിന് അർഹത കിട്ടണമെങ്കിൽ സക്കാത്തും കൊടുത്തേ തീരൂ. അർഹതയുള്ളവർ, കൊടുക്കാൻ കഴിവുള്ളവർ. അതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. തന്നെയുമല്ല, സക്കാത്ത് നമ്മൾ നൽകാതിരുന്നാൽ അതിന്റെ ശിക്ഷ ഇഹലോകത്ത് ശിക്ഷയുണ്ട്, പരലോകത്ത് ഭയങ്കര ശിക്ഷയുണ്ട്. ചെറുതൊന്നുമല്ല, വലിയ ശിക്ഷയാണ് പരലോകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇഹലോകത്ത് ക്ഷാമം കൊണ്ട് പിടികൂടും, മഴയില്ലാതെയാക്കും, ഇങ്ങനെ പലതും പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പൊ ആരെങ്കിലും ഒക്കെ ഈ സക്കാത്ത് കൊടുക്കുകയും കുറ്റമറ്റ നിലയിൽ വീട്ടുകയും ചെയ്യുന്നത് നിമിത്തമായിരിക്കാം അല്പസ്വല്പം വെള്ളവും ഒക്കെ കിട്ടുന്നത്. ഒന്നുകൂടി പ്രവാചകൻ പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ സക്കാത്ത് തടഞ്ഞാൽ, അത് കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടില്ല, ആകാശത്ത് നിന്നും മഴ വർഷിപ്പിക്കപ്പെടൂല. എന്നിട്ട് പറഞ്ഞു ലൗലൽ ബഹായിമു ലം തുംതറു, നാൽക്കാലികളില്ലെങ്കിൽ മഴ പോലും പെയ്യുമായിരുന്നില്ല. അപ്പൊ ഈ സ്വഭാവമുള്ള നമ്മിൽ പലരും കടപ്പെട്ടിരിക്കുന്ന നാൽക്കാലികളോടാണ് വെള്ളം കിട്ടുന്നത് കൊണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? നിസ്സാരമാണോ ഈ പ്രശ്നം? അപ്പൊ ഇഹലോകത്ത് ഇത്ര ഗൗരവം, പരലോകത്തോ ഭയങ്കര ശിക്ഷ. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഇത്. ഇതിനെന്തിനാ നമ്മൾ ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ നിൽക്കണ്ടല്ലോ? നമുക്ക് അല്ലാഹു കരുതി നൽകിയ ധനം നമ്മളോട് പറഞ്ഞു, ഇതൊക്കെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ള പ്രയോഗം. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക, നിങ്ങൾക്ക് നാം നൽകിയ ധനത്തിൽ നിന്ന് നിങ്ങൾ കൊടുക്കുക. ഇതൊക്കെ അള്ളാഹു പറഞ്ഞ വചന. ആധികാരികമായിട്ടാ പറയാം, നിങ്ങൾക്ക് നാമാണ് ഇത് തന്നത്. കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചതിൽ നിന്ന് എങ്ങനെ പറഞ്ഞു അതുപോലെ ചെയ്യുക. ഒരു 10,000 രൂപ ഒരാള് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മളോട് പറയുകയാണ്, എന്ത് 2500 രൂപ പോണ വഴിക്ക് ഇന്ന ആളെ കണ്ടുമ്പോ കൊടുത്തേക്കണം എന്നൊരാൾ പറയുന്നു എന്ന് വിചാരിക്കുക. 10,000 രൂപ നമ്മുടെ പോക്കറ്റിൽ ഇട്ട് തരുന്നു. എന്നിട്ട് നമ്മളോട് പറയാം, ഇതിൽ നിന്ന് 2500 രൂപ പോണ വഴിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ടാവും, കൊടുത്തേക്കെന്ന് പറയും. അങ്ങനെ കൊടുത്താൽ നമ്മൾ അതിനോട് ബാധ്യത നിറവേറ്റിയവനായി. അതും കൂടി കൊടുക്കാതെ അതും കൂടി ഞാൻ എന്റേതാക്കി മാറ്റിയാൽ ഞാൻ ആരാ? ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മളെ കുറിച്ച്. അതുപോലെ അള്ളാഹു തന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് 2.5% നിനക്ക് പറ്റിയതല്ല, അതിന്റെ അവകാശങ്ങൾ വേറെ ഉണ്ടെങ്കിൽ കൊടുത്തേക്ക്. അത് കൊടുക്കാതെ അതും കൂടി നമ്മളുടേതാക്കി മാറ്റിയാലോ? വലിയ ഗൗരവമൊന്നും നൽകാതെ പോയാൽ വലിയ ഗുരുതരമായ ഭവിഷ്യത്ത് നമുക്ക് നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തെ പരലോക ശിക്ഷ ഞാൻ വളരെ ചുരുക്കുക. പരലോക ശിക്ഷ
ഇഹലോകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. മറിച്ച് അത് ചെയ്താലോ ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും. അപ്പൊ ഇത്രയേറെ ഗൗരവമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഈ സക്കാത്ത് നമ്മൾ എങ്ങനെയാണ് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യേണ്ടത്? പലരും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താൻ വ്യക്തിക്ക് അങ്ങോട്ട് കൊടുത്ത് തീർത്താൽ മതി. ഇല്ല, വ്യക്തിക്ക് സക്കാത്ത് കൊടുത്താൽ ഈ പറയുന്ന രൂപത്തിൽ സക്കാത്ത് വീടൂല. എത്രയോ തെളിവുകളുണ്ട് നമുക്ക്. വിശുദ്ധ ഖുർആനിലെ തെളിവുകളുണ്ട്, ഹദീസുകളുണ്ട്, ചരിത്രമുണ്ട്. വിശുദ്ധ ഖുർആനിൽ പ്രവാചകനോട് പറഞ്ഞത് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുദക്കീഹിം ബിഹാ വസല്ലി അലൈഹിം ഇന്ന സലാത്തക സകനുൽ ലഹും എന്നാ പറഞ്ഞത്. അവരിൽ നിന്ന് നീ വാങ്ങണം. റസൂലിനോട് പറയുക, അവരിൽ നിന്ന് സദഖ സക്കാത്ത് നീ സ്വീകരിക്കണം. അതെന്തിനുള്ളതാ? നമ്മളെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും. രണ്ട് കാര്യം അവിടെ പറഞ്ഞത്. സക്കാത്ത് കൊണ്ടുള്ള ഗുണം ഒന്ന് നമ്മളെ ശുദ്ധീകരിക്കുക, മറ്റൊന്ന് സംസ്കരിക്കുക, ധനത്തോടുള്ള ആർത്തിയിൽ നിന്ന് മുക്തമാക്കുക, ഇങ്ങനെ പലതും. എന്നിട്ട് പറഞ്ഞു വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കാരണം നിന്റെ പ്രാർത്ഥന അവർക്ക് സമാധാനം ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സക്കാത്ത് സംഘടിതമായി ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവരാണെന്ന് വിചാരിക്കുക. ഒരാള് നമ്മുടെ കയ്യിൽ സക്കാത്തിന്റെ വിഹിതം കൊണ്ട് തന്നാൽ അയാൾ കേൾക്കെ അയാൾക്ക് അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. അതായി പറഞ്ഞത്. ഒരു വ്യക്തിക്ക് സക്കാത്ത് കൊടുത്താൽ മനസ്സ് നിറയെ കൊടുക്കുന്ന എത്ര പേരുണ്ടാവും എന്ന് ആലോചിച്ചു നോക്കും. എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെച്ചു കൊടുക്കും. ആ സന്ദർഭത്തിൽ ഇത് വാങ്ങിയിട്ട് അവൻ തിരിഞ്ഞെന്ന് പറയും, ഓ എന്തോരം തരാൻ കഴിവുള്ളവൻ, എന്നിട്ട് തന്നത് കണ്ടില്ല ഇത്ര ഉലുവ. നമ്മുടെ സാധാരണ ശൈലി, ഞങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, തന്നത് ഇത്രയാണ്. ഇതിലെന്ത് സംതൃപ്തിയാണുള്ളത്? എന്ത് പ്രാർത്ഥനയാണുള്ളത്? അപ്പൊ അത് വേണമെങ്കിൽ അതിന്റെ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ സക്കാത്ത് ശേഖരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് തൂഖദു മിൻ അഗ്നിയായിഹിം വതുറദ്ദു ഇലാ ഫുഖറായിഹിം, അവരുടെ ധനികന്മാരിൽ നിന്ന് ശേഖരിച്ചിട്ട് അവരുടെ ദരിദ്രർക്ക് വിതരണം ചെയ്യണമെന്നാണ്. അപ്പൊ ശേഖരണവും വിതരണവും ഉണ്ട്. അതുപോലെ തന്നെ സക്കാത്തിന്റെ 8 വിഭാഗങ്ങളെ എണ്ണി പറയുന്ന കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു വിഭാഗത്തെ മൂന്നാമത്തെ വിഭാഗമായിട്ട് എണ്ണി പറഞ്ഞത് ആമിലാണ്. ആമിൽ എന്ന് വെച്ചാൽ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥൻ, അതിനുവേണ്ടി പണിയെടുക്കുന്നവൻ. അവന് സക്കാത്തിന്റെ വിഹിതമുണ്ട് എന്നാ, അർഹതയുണ്ട് എന്നാ. അപ്പം ഈ വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ എന്തിനാണപ്പ ഈ ആമില്? ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കുന്നു, അദ്ദേഹം വേറൊരാൾക്ക് അങ്ങനെ വന്നാൽ എന്തിനാ ഒരു ആമിലിന്റെ ആവശ്യം? അപ്പൊ ആമില് വേണം, സംഘടിച്ച് ശേഖരിക്കണം, അർഹരായ ആളുകളെ കണ്ടെത്തി വിതരണം ചെയ്യണം. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച മാർഗം. അതിൻ്റെതായ ഗുണവുമുണ്ട്. ഈ ധനികരിൽ നിന്ന് വാങ്ങി ദരിദ്രരിലേക്ക് വിതരണം ചെയ്യണമെന്ന് റസൂല് പഠിപ്പിച്ചത് ആരെയാണെന്നറിയോ? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെയാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിയോഗിക്കുന്നു പ്രവാചകൻ. ആ പോകുന്ന സന്ദർഭത്തിൽ പറഞ്ഞത്, നീ പോകുന്നത് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ നാട്ടിലേക്കാണ്. ഉദ്ഉഹും ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആദ്യം അവരെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിക്കണം. അതവർ സമ്മതിച്ചു കഴിഞ്ഞാൽ, അനുസരിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം 5 നേരത്തെ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് പഠിപ്പിക്കണം. ഇതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവരോട് പറയണം, നിങ്ങളുടെ ധനത്തിന്റെ സക്കാത്ത് അള്ളാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് ആ സക്കാത്തിന് എങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത്? തൂഖദു മിൻ അഗ്നിയായിഹിം വതുറദ്ദു ഇലാ ഫുഖറായിഹിം. അപ്പൊ പറഞ്ഞത് ഈ വാക്ക് അക്ഷരാർത്ഥത്തിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ആ ജനങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നമസ്കാരം അവരെ പഠിപ്പിച്ചു, നമസ്കരിക്കുന്ന ആൾക്കാരാക്കി മാറ്റി, സക്കാത്തിന്റെ കാര്യം പഠിപ്പിച്ചു, അവരിൽ നിന്ന് അത് ശേഖരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലമായപ്പോൾ ഈ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം മദീനയിലെ ബൈത്തുൽ മാലിലേക്ക് അയക്കാൻ തുടങ്ങി. ആദ്യം 4/1 ഭാഗം അയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതി ചോദിച്ചു, നിനക്കെന്ത് അവകാശം ഇത് തരാൻ? റസൂല് പറഞ്ഞത് അവരിലെ ധനികരിൽ നിന്ന് വാങ്ങി അവരിലെ ദരിദ്രർക്ക് കൊടുക്കാനല്ലേ പറഞ്ഞു, ഇന്ന് ഞാൻ ഇങ്ങോട്ട് അയച്ചേ. അദ്ദേഹം പറഞ്ഞു, ഇത് വാങ്ങാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിടുവായിരുന്നില്ല എന്നാ.
രണ്ടാമത്തെ വർഷം വന്നപ്പോൾ 2/1 അയച്ചു. അപ്പോഴും ഇതേ ചോദ്യം, ഇതേ മറുപടി. മൂന്നാമത്തെ പ്രാവശ്യം വന്നു, മുഴുവനും അയച്ചു. എവിടെ? യമനിൽ നിന്ന് ശേഖരിച്ച സക്കാത്തിന്റെ വിഹിതം മുഴുവൻ മദീനയിലെ ബൈത്തുൽ മാലിലേക്ക്. അല്പം ക്ഷുഭിതനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നീ കാണിക്കുന്നത്? എന്തിനാ ഇങ്ങോട്ട് അയച്ചത്? അവിടെ കൊടുക്കാനല്ലേ ഇത്? ഒരാളെങ്കിലും വാങ്ങാനുണ്ടാകുമായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് അയക്കുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രമായത്. സക്കാത്ത് സംഘടിതമായി ശേഖരിച്ച് വിതരണം ചെയ്ത് സമൂഹത്തെ അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ളവരും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിലയിലും ആക്കിയതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ വ്യക്തിക്ക് സക്കാത്ത് കൊടുത്തതാണ് എങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നുവോ? എന്തേ നമ്മൾ ചിന്തിക്കാത്ത? ഇപ്പോഴും അത് മേലാണ്. പ്രത്യേകിച്ച് വീണ്ടും കാടളക്കി ഇറങ്ങിയിട്ടുണ്ട്. സംഘടിത സക്കാത്ത് പാടില്ല, ഹറാമാണ്. ആര് പറഞ്ഞു ഹറാമാണെന്ന്? ആര് പറഞ്ഞു പാടില്ല എന്ന്? സംഘടിത സക്കാത്താണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട കാര്യത്തില്. അത് കൃത്യമായി പഠിച്ച് ഒന്ന് നന്നായി ഇരുന്ന് ചിന്തിച്ച് ആലോചിച്ച് പഠിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. ഒരു സംശയവും വേണ്ട. പക്ഷെ ഇപ്പോഴും വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് സംഘടിത സക്കാത്തിനെതിരെ. പക്ഷേ സമൂഹം ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറെയൊക്കെ നാടുകളിൽ വലിയ തോതിൽ ചിലപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യമനിൽ ചെയ്തതുപോലെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും കുറെ മനുഷ്യന്മാരുടെ അല്ലലും മലട്ടും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം സക്കാത്ത് വാങ്ങാത്ത നിലയിൽ ഒരു 10 വ്യക്തികളെ നമുക്ക് ഒരു സക്കാത്ത് കമ്മിറ്റിയുടെ കീഴിലാക്കാൻ കഴിയുമെങ്കിൽ പ്രിയമുള്ളവരെ, അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ കാര്യം. അതിനാണ് സംഘടിത സക്കാത്ത്. അതിൽ നിന്ന് പിന്നോട്ട് പോയിക്കൂടാ നമ്മൾ. അതിന് നമ്മൾ എന്ത് വേണം? ഓരോ വർഷം റമദാൻ മാസത്തിലാണ് നമ്മൾ ഇതിനൊക്കെ സാധാരണയായി ഒന്ന് ഒരുങ്ങിയിറങ്ങൽ. റമദാനും സക്കാത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ലട്ടോ. സക്കാത്ത് കണക്കാക്കേണ്ടത് കഴിഞ്ഞ വർഷം റമദാനിൽ കൊടുത്തത് കൊണ്ട് ഈ വർഷം റമദാനിൽ നമ്മൾ കൊടുക്കുന്നു. അതാണ് അതിന്റെ രൂപം വരുന്നത്. അത്രയേ ഉള്ളൂ. വർഷം തികയണം. സക്കാത്ത് കൊടുക്കണമെങ്കിൽ കുറെ നിബന്ധനകളുണ്ട്. ഒന്ന് വർഷം തികയുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം കൊടുത്തെങ്കിൽ ഈ വർഷം തികയണം. ഏതിന്? നാണയത്തിന്റെ സക്കാത്താണെങ്കിൽ, കച്ചവടത്തിന്റെ സക്കാത്താണെങ്കിൽ, വാടകയുടെ സക്കാത്ത്, ഇങ്ങനെ പലതും ഉണ്ട് നമ്മളുമായി ബന്ധപ്പെടുന്നത്. അതേസമയം കാർഷികോൽപ്പന്നങ്ങളുടെ സക്കാത്താണെങ്കിൽ എപ്പോഴാണോ വിളവെടുക്കുന്നത് അപ്പൊ കൊടുക്കണം. അതാണ് അതിന്റെ നിയമം. അതിലേക്കൊന്നും ഞാൻ കടന്നുപോയി. ഇതിന്റെ പ്രാധാന്യം മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മള് വർഷങ്ങളായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 30 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചുള്ള സക്കാത്ത് കമ്മിറ്റി. 30 വർഷം. അന്നു മുതൽ അതിന്റെ ഒരു പ്രവർത്തകനായി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. ഒരുപാട് ചെയ്യാൻ കഴിയാവുന്ന നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. പോരായ്മകൾ ഉണ്ടാവും. നമ്മളൊക്കെ മനുഷ്യരാ, മയസൂമുകളല്ല, മലക്കുകളല്ല, പ്രവാചകന്മാരല്ല. തെറ്റുണ്ടാവും. ആ തെറ്റല്ലാഹു പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കലല്ലാതെ വേറെ മാർഗമില്ല. മനഃപൂർവ്വം തെറ്റ് വരുത്താറില്ല. അങ്ങനെ വളരെ കണിശവും കൃത്യവുമായി സക്കാത്തിന്റെ വിഹിതം നോക്കി തന്ന് നമ്മളോട് സഹകരിക്കുന്ന പലരും ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. ഇവിടെ വരാത്തവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സക്കാത്ത് കമ്മിറ്റിയുമായി സഹകരിച്ച് അവരുടെ സക്കാത്തിന്റെ വിഹിതം നൽകിയ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കൂടുതൽ അള്ളാഹു എല്ലാ രംഗങ്ങളിലും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മുടെ ബാധ്യതയാണ് അങ്ങനെ പ്രാർത്ഥിക്കല്. അപ്പൊ സംഘടിത സക്കാത്ത് ഇവിടെ ഉണ്ട്. ഇനി നിങ്ങളൊക്കെ താമസിക്കുന്ന ഏരിയകളിൽ ഉണ്ടാകും. ഇനി ഉണ്ടാകുന്നില്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം നമ്മള്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിലേ സക്കാത്ത് പാടുള്ളൂ, സംഘടിത സക്കാത്ത് പാടുള്ളൂ. ഇത് ആര് പറഞ്ഞതാ? എവിടെ നിന്ന് കിട്ടിയതാ ഇത്? ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ കൂടുതൽ സൗകര്യമായി എന്ന് മാത്രം. ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ലാത്ത എത്രയോ കാര്യങ്ങൾ ഞാനും നിങ്ങളും അതുമായി ബന്ധപ്പെടുത്തി ചെയ്യുന്നുണ്ട്. വല്ലതും മാറ്റിവെക്കുന്നുണ്ടോ? ഒന്നും മാറ്റിവെക്കുന്നില്ലല്ലോ. കൃത്യമായി വെക്കുന്നു. ഒരു പള്ളി, ആ പള്ളി പരിപാലിക്കേണ്ടത്, നോക്കേണ്ടത്, അവിടുത്തെ ഇമാമിനെ നിശ്ചയിക്കേണ്ടതൊക്കെ ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ അവരാണ് ചെയ്യുന്നത്. കുറച്ച് വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ, ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അതിന് ഔഖാഫുണ്ട്, അവർ നിശ്ചയിക്കും. നമ്മള് ഇവിടെ ഇസ്ലാമിക ഗവൺമെന്റ് ഇല്ല, അതുകൊണ്ട് പള്ളിയിൽ ഇമാമ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്തു? ഒന്നുകിൽ കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ഒരാളെ തെരഞ്ഞെടുക്കുന്നു, വെക്കുന്നു. അത് നമുക്ക് കഴിയും.
അല്ലെങ്കിൽ മുത്തവല്ലിമാർ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആൾക്കാരെ വെക്കുന്നു. അങ്ങനെ സുഖമായി അത് പോകുന്നു. ജമാഅത്ത് നടക്കുന്നു, ജുമാ നടക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നു. സക്കാത്തിന്റെ കാര്യം പറയുമ്പോൾ മാത്രം ഇസ്ലാമിക ഗവൺമെന്റ് ഇതെന്തേ മനസ്സിലാകുന്നില്ല? ഇതെന്തേ തിരിച്ചറിയാതെ പോകുന്നത്? അതുകൊണ്ട് സംഘടിത സക്കാത്തിന് അതിൻ്റെതായ ഗൗരവമുണ്ട്, ഗുണമുണ്ട്. ആ ഗുണമാണ് ഞാൻ പറയും. ഇനിയുമുണ്ട് ഗുണങ്ങൾ ഇഷ്ടം പോലെ. രണ്ടാം ഉമർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇതേ അവസ്ഥ ഇറാഖിൽ ഉണ്ടായി എന്നാണ്. ഇറാഖില് അവിടുത്തെ ഗവർണർ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഹമീദ് എന്നാണ്. ഓരോ വർഷവും സക്കാത്തിന്റെ വിഹിതം ബാക്കി വന്നിരിക്കുന്നു. ഞാൻ എന്ത് വേണം, ഞാൻ എന്ത് വേണം, ഞാൻ എന്ത് വേണം എന്ന് ചോദ്യമായിരുന്നു അദ്ദേഹത്തിന് അമീർ ഖലീഫയോട്. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ചരിത്രം പരത്തി പറയുന്നില്ല. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആ നാട്ടില് കർഷകരുണ്ടെങ്കിൽ ആ കർഷകരെ കണ്ടുപിടിച്ചിട്ട് കൃഷി ഇറക്കാനുള്ള സഹായം ചെയ്യുക അവരെ. എന്നിട്ട് അവർ കൃഷി ഇറക്കി സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കട്ടെ, എല്ലാവർക്കും ഗുണകരമായ നിലയിലാകട്ടെ എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഗവർണറായ അബ്ദുൽ ഹമീദിന് നിർദ്ദേശം നൽകിയത് ചരിത്രത്തിൽ വായിക്കാം. കിതാബുൽ അംവാൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. കിതാബുൽ അംവാൽ. ആ ഗ്രന്ഥത്തിൽ ഈ കഥ ചരിത്രങ്ങളൊക്കെ നോക്കാം. അപ്പൊ സംഘടിത സക്കാത്ത് ആണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ചെയ്യേണ്ടത്. അതിനാണ് പ്രാമുഖ്യം നൽകേണ്ടത്. കഴിയുന്നിടത്ത് മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്തു നോക്ക്. നമ്മൾ ഓരോ വർഷവും 5 or 10 ആൾക്കാരെ വീതം നമുക്ക് സുരക്ഷിതരാക്കി മാറ്റാൻ കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് ഒരു മഹല്ലിനെ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇസ്ലാമിലെ സക്കാത്ത് സമ്പ്രദായം. അതാണ് ഈ റമദാൻ മാസത്തിൽ ആരൊക്കെയോ വന്നു നിൽക്കുമ്പോ എന്തൊക്കെയോ എറിഞ്ഞു കൊടുത്തിട്ട് ചില്ലിക്കാശ് ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു തരം എന്താ പറയാ, എനിക്കറിയില്ല അവന്റെ വാക്ക്. അതല്ല ഇസ്ലാമിലെ സക്കാത്ത്. 3-4 പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. 1 ധനം, 2 ധനം വിനിയോഗിക്കുന്നത്, 3 സക്കാത്തും സദഖയും തമ്മിലുള്ള ബന്ധം, അതുപോലെ സക്കാത്ത് എങ്ങനെ നൽകണം, ഇത്രയും കാര്യങ്ങൾ. സക്കാത്ത് ഏതിനൊക്കെ എത്ര രൂപത്തിൽ നൽകണോ വളരെ ചുരുക്കി ഒറ്റ വാചകം കൂടി പറഞ്ഞ് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മള് സക്കാത്ത് കണക്കാക്കുന്നത് നമ്മളുടെ നാട്ടിലെ ഏറ്റവും നാം ഉപയോഗിക്കുന്ന നാണയം ഏതാണോ ആ നാണയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് സക്കാത്ത് നമ്മൾ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ദീനാറും ദിർഹമുമായിരുന്നു നാണയം. ദീനാറും ദിർഹമും എന്ന് പറയുമ്പോൾ സ്വർണ്ണ നാണയവും അതുപോലെ തന്നെ വെള്ളി നാണയവും എന്നാണ് അതിനെക്കുറിച്ച് സാധാരണയായി പറയാറുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തെ ദീനാറും ദിർഹമും തമ്മിൽ മൂല്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ വെള്ളിയും സ്വർണവും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് നമുക്കറിയാം. 1 ഗ്രാം വെള്ളിക്ക് ഇന്നത്തെ വില 108 രൂപയാണ് എങ്കിൽ 1 ഗ്രാം സ്വർണത്തിന് ഇന്നത്തെ വില 8748 രൂപയാണ്. നമുക്കറിയാമത്. അപ്പൊ ഏതായിരുന്നാലും നമ്മള് നമ്മുടെ കറൻസിയുടെ നിസാബായി നമ്മൾ കാണേണ്ടത് വെള്ളിയാണ്. 590 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള നാണയം ഒരു വർഷം, കഴിഞ്ഞ വർഷം കഴിഞ്ഞ് ഈ വർഷം നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിന്റെ 2.5% കൊടുക്കണം. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഡെയിലി വേജസ് വാങ്ങുന്നവരുണ്ട്, ആഴ്ചകളിൽ പൈസ കിട്ടുന്നവരുണ്ട്, മന്ത്ലി ശമ്പളം വാങ്ങുന്നവരുണ്ട്, ആണുണ്ട് പെണ്ണുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ ഗൗരവത്തോടു കൂടി ഇതൊന്ന് നോക്കണം. ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുന്ന ആളുകൾ അവിടെ അത്യാവശ്യ ചെലവ് കഴിച്ച് വർഷത്തിൽ കണക്ക് നോക്കുമ്പോൾ 590 ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വിലയ്ക്കുള്ള പൈസ നീക്കിയിരിപ്പായി കയ്യിലുണ്ടോ? സക്കാത്ത് നിർബന്ധമായി. അതിന് ശതകോടീശ്വരനൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പലരും അത് പറഞ്ഞ് ഒഴിവാകല. ഞാൻ എന്തിനു സക്കാത്ത് കൊടുക്കുന്നത്? ഞാൻ അതിന് സമ്പന്നനല്ലല്ലോ. എല്ലാവരും സമ്പന്നന്മാരാണ്. ആരാണ് സമ്പന്നന്മാരല്ലാത്തത്? വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ശമ്പളം വാങ്ങുന്നവർ പ്രത്യേകിച്ച് സഹോദരിമാരും വനിതകൾ ഉദ്യോഗം വഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഭർത്താവിന്റെ തണലിൽ രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അവിടെ ഭർത്താവ് ഉണ്ടാവില്ല. സക്കാത്തിന് അർഹതയുള്ള പൈസ പെൻഷനായിട്ടോ ശമ്പളമായിട്ടോ ശേഖരിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഒരു വർഷത്തിൽ, ഒരു മാസത്തിൽ ഒരു 40,000 രൂപ 45,000 രൂപ മാസ ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ എന്ന് വിചാരിക്കുക.
12 മാസമാകുമ്പോൾ 5,40,000 രൂപ അവൻ ശമ്പളമായും അല്ലെങ്കിൽ അവൾ വാങ്ങിയിട്ടുണ്ടാവും. ഇതിൽ നിന്നൊരു 3-3.5 ലക്ഷം ചെലവായി എന്ന് വിചാരിക്കും, അത്യാവശ്യ ചെലവ്. ബാക്കി കഴിച്ച് 590 ഗ്രാം വെള്ളിയുടെ വില എന്ന് പറഞ്ഞാൽ പിന്നെ എത്രയാ വരിക? 108 × 590 എന്ന് പറഞ്ഞാൽ 63,720 രൂപയാണ് നിസാബ്. നമ്മുടെ കയ്യിൽ ലക്ഷക്കണക്കിന് ഇരിക്കുക. എന്നിട്ടും പറയും ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ സമ്പന്നയല്ല, എന്റെ ഭർത്താവ് കൊടുത്തിട്ടുണ്ടാവും. ഭർത്താവ് കൊടുത്തെങ്കിൽ ഭർത്താവ് സ്വർഗത്തിൽ പോകും, അതിന്റെ കൂലി വാങ്ങും. ഭാര്യയ്ക്ക് കൊടുക്കാനുണ്ടോ? കണക്ക് നോക്കി കൊടുത്തേ പറ്റൂ. അപ്പൊ ആ നിലയിൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇബാദത്താണ് സക്കാത്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 3ാമത്തതാണ് സക്കാത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗൗരവം ഉൾക്കൊണ്ട് സംഘടിതമായി ശേഖരിച്ച് വിതരണം ചെയ്യുന്ന സമ്പ്രദായങ്ങളുമായി സഹകരിച്ച് സക്കാത്ത് കൊടുത്ത് തടി കൈച്ചിലാക്കാൻ നോക്കുക എന്നുള്ളത് മാത്രമാണ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സക്കാത്തും ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്ത് പുണ്യം നേടാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹി ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പരിശുദ്ധ റമദാൻ മാസം ദാനധർമ്മങ്ങളുടെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. എന്തുണ്ടായിട്ടാ? ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റമദാൻ മാസമായാൽ അടിച്ചു വീശുന്ന കാറ്റ് പോലെയായിരുന്നു ധർമ്മം എന്നാണ്. അപ്പം അതും നമ്മൾ ഈ റമദാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് എല്ലാ മാസങ്ങളിലും നമ്മൾ റിലീഫ് ഫണ്ട് സമാഹരിക്കാറുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നതാണ് അത്. ഒരുപാട് പേർക്ക്, എത്രയോ ആളുകൾക്ക് അവരുടെ ചികിത്സയ്ക്ക്, അവരുടെ ഭക്ഷണത്തിന്, അതുപോലെ തന്നെ അവരുടെ യാത്രയ്ക്ക്, മറ്റു നിലയിലുള്ള പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം റമദാൻ മുതൽ ഈ വർഷം കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ ഈ ഫണ്ടിലേക്ക് നൽകിയത് 11,05,595 രൂപയാണ്. നിസ്സാര തുകയല്ലത്. നിങ്ങൾ ഈ പെട്ടികളിൽ നിക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ ബക്കറ്റിൽ നിക്ഷേപിക്കുന്നതുമാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ കിട്ടുന്നത് ആരറിയുന്ന ആരുടേതാണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ പരമരഹസ്യമായിട്ട് ധർമ്മം ഒഴുകുകയാണ് പലരിലേക്കും. അപ്പം ആ ഒരു ഇതിനോട് പൂർണ്ണമായും നിങ്ങൾ സഹകരിക്കണം. ഈ നൽകിയതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിന് പകരം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ സാധാരണ എല്ലാ റമദാനിലും എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കളക്ഷൻ നടത്താറുണ്ട്. അതിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മുടെ റിലീഫ് ഫണ്ടിന് വേണ്ടി മാത്രമായിരിക്കും. എല്ലാ റമദാനിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ തുക നൽകി സഹകരിക്കുന്നവരാണ് ഈ ഇരിക്കുന്നവരെല്ലാവരും. ഇന്നും അതുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാനധർമ്മങ്ങൾ ചെയ്തും ഖുർആൻ പാരായണം ചെയ്തും പാപമോചനം നടത്തിയും തൗബ ചെയ്തും എന്ന് തുടങ്ങി നാം ചെയ്യേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനും ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കുവാനും അള്ളാഹു തുണയ്ക്കുന്നവരുടെ ഗണത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ സിഹ്ഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ പേറുന്ന ഒരുപാട് പേരുണ്ട്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, മക്കൾ മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കാത്തതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ഒരു പരിഹാരം നൽകുകയും അവൻ ഏറ്റവും നല്ല അവസ്ഥയിൽ കലാശിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളിൽ നിന്ന് മുക്തരാകാനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. സന്താനങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ
സന്താനങ്ങളും സന്താനങ്ങളുടെ സന്താനങ്ങളും എല്ലാവരും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ കരകയറാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب